ചിക്കൻ പൊരിക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം കൂടി പുരട്ടി വെച്ചേക്കാണ്. ഉപ്പുണ്ട്. ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ചിക്കൻ അരപ്പ് പുരട്ടി വെച്ചിങ്ങനെ കറി വയ്ക്കാം. മുളക്, മല്ലി, മസാല എല്ലാം കൂടി അരപ്പ് പുരട്ടി മഞ്ഞളും ഒക്കെ പുരട്ടി വെച്ചേക്കാണ്. ഇത് നമുക്ക് കറിയും വയ്ക്കാം. ഉള്ളി അരിഞ്ഞ് വെച്ചേക്കാണ്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി വേണം. എന്നിട്ട് നമുക്ക് ചിക്കൻ കറി വയ്ക്കാം. തക്കാളിയും വേണം എനിക്ക്. എന്തായാലും നമുക്ക് ആദ്യം ചിക്കൻ പൊരിക്കാം. ചീനിച്ചട്ടി വെച്ച് നമുക്ക് അത് വെള്ളം ഒന്ന് പറ്റുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് പൊരിക്കാം. എന്തായാലും അരി കിടന്ന് തിളക്കവേ ചിക്കൻ നിങ്ങൾ അടുപ്പിൽ വെക്കും കേട്ടോ. ഗ്യാസ് വെക്കുന്ന ഇവിടുത്തെ അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് അരി വെന്തിട്ട് നമുക്ക് ചിക്കൻ വയ്ക്കാം. എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാകുമ്പോഴത്തേക്ക് ചിക്കൻ പറക്കിയിടാം. ഓരോന്നായിട്ട് പറക്കിയിടാം. ഇത് നമുക്ക് ചെറിയ തീയിട്ട് പൊരിച്ചെടുക്കാം. ചിക്കന് ഒരു നാരങ്ങ നീരും കൂടി ഇട്ടിട്ടുണ്ട്. എളുപ്പം പൊരിഞ്ഞിട്ട് പൊരിച്ച് ചിക്കൻ പൊരിച്ച് ചെറിയ തീ ഒന്ന് കുറച്ച് വെച്ചിരിക്കാം. അവിടെ കിടന്ന് പൊരിയട്ടെ. ചിക്കൻ പൊരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് പൊരിക്കാം. പെട്ടെന്ന് അകമല്ല ഒന്ന് വരും. ഞാൻ പൊരിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കും. നിങ്ങൾ വിചാരിക്കും എന്തിനാ ചിക്കൻ പൊരിക്കുമ്പോൾ അടച്ചു വയ്ക്കും. അതിൻ്റെ അകമൊക്കെ ഒന്ന് നല്ലോണം വരും. ഇതിനാണ് ഇങ്ങനെ അടച്ചു വയ്ക്കുന്നത്. അവിടെ കിടന്ന് പൊരിയട്ടെ എണ്ണയിൽ. പിന്നെ നമുക്ക് അടപ്പെടുത്ത് മാറ്റാം. ഈ വെളുത്തുള്ളി നല്ലോണം കഴുകണം. എനിക്ക് ഇറച്ചിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ ഞാനിടും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണം. എന്നാലും ആ ഇറച്ചിക്ക് ഒരു ടേസ്റ്റ് തോന്നുമെങ്കിൽ. എന്തായാലും നമുക്ക് കഴുകി ചതച്ചെടുക്കാം. കല്ല് വെച്ച് കൊല്ലി വെച്ച് ചതച്ചെടുത്ത് ഇത് നമുക്കൊരു കിണ്ണിയിൽ വാരി മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ അടുപ്പിലോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് വേവിക്കാൻ നേരത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ഇടാം. തിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് കിടന്ന് നമുക്ക് ഒന്നും കൂടി അടച്ചു വയ്ക്കാം ചെറിയ തീയിൽ. നമ്മുടെ ചിക്കൻ പൊരിഞ്ഞ് നമുക്ക് കുറേച്ചെടുത്ത് മാറ്റാം. ഓക്കെ, ഇതെല്ലാം കറക്കിയിട്ട് കൊടുക്കാം. നമുക്ക് അടച്ചുകൂടി വെച്ച് പൊരിച്ചിടാം. കിഴങ്ങുണ്ട്. നമുക്കിത് തൊലിച്ച് കൊത്തി അടുപ്പിൽ വയ്ക്കാം. നമുക്ക് കിഴങ്ങും ചിക്കനും ഒക്കെയാണ്. നമുക്കെന്തെങ്കിലും തിരിച്ച് പൊരിച്ചിടാം കേട്ടോ. പൊരിയട്ടെ പൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് ചെറുതായിട്ട് അടച്ചു കൊടുത്താൽ എന്നിട്ട് അവസാനം നമുക്ക് ഇതിൻ്റെ എണ്ണയിൽ പിഴുത്ത് നമുക്ക് ചിക്കൻ വയ്ക്കാം. എന്തായാലും അടങ്ങിരിക്കട്ടെ. അടഞ്ഞ് ഒന്ന് ഇച്ചിരി തീയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ അരി വെന്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വേവുള്ള അരിയാണ് കേട്ടോ. കിഴങ്ങ് തൊലിച്ച് നമുക്ക് കൊത്തിയെടുക്കാം. വേവോന്ന് തോന്നും, അറിയില്ല. നമ്മുടെ ചിക്കനൊക്കെ പൊരിഞ്ഞ് നമുക്ക് എടുക്കാം. നല്ലോണം പൊരിഞ്ഞുണ്ടോ? പൊരിഞ്ഞ് നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് പൊരിച്ച് കിഴങ്ങ് കൊത്തി ഇനി നമുക്ക് കഴുകി അടുപ്പിൽ വയ്ക്കും. കിഴങ്ങ് നമ്മൾ കഴുകുക. 3 വെള്ളത്തിൽ കഴുകുന്നുണ്ട്. 3 വെള്ളത്തിൽ ഞങ്ങൾ കഴുകി വയ്ക്കും. എന്നിട്ട് അടുപ്പിൽ വയ്ക്കാം. ചീനി അവിടെ കിടന്ന് തിളച്ച് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇറച്ചി വയ്ക്കാം. നമുക്ക് എണ്ണ ഒഴിക്കും കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ, ബീഫ് ഇതൊക്കെ അടുപ്പിൽ പൊരിക്കാൻ എണ്ണയും കൂടി എടുത്ത് ഒഴിക്കും കേട്ടോ. അതും കൂടി ഇരിക്കട്ടെ. ഓക്കെ, കടുകൂടാ. കടുക് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയുണ്ട്. കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇളക്കാം. ഓക്കെ, ഉള്ളി വാടാനായിട്ട് ഉപ്പൂടി ഇട്ട് കൊടുക്കുക. ഇളക്കുക. ഉള്ളി ചിക്കൻ തോനെയുണ്ട്. ഉള്ളി വേണം. നല്ലോണം ഒന്ന് വാടി വെക്കാം. ഓക്കെ, അടുപ്പി വെച്ചാലേ ഇവിടെ ചിക്കൻ പിടിക്കുള്ളൂ. കുക്കറിലും ഗ്യാസ് അടുപ്പിലും വയ്ക്കുന്ന അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ചിക്കനും ബീഫും വയ്ക്കുമ്പോൾ അടുപ്പിലേ വയ്ക്കും. ഉള്ളിയെല്ലാം വാടി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കട്ടെ. തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കട്ടെ. ഉള്ളി നല്ലോണം വാടി നമുക്ക് ചിക്കനും കൂടി തട്ടി ഇട്ട് കൊടുക്കാം. കിഴങ്ങ് കിടന്ന് തിളക്കിയാണ് വേവട്ടെ. ചിക്കൻ തട്ടി എടുക്കാം. ഇന്നത്തെ എൻ്റെ ജോലി ഒന്നും വീട്ടിൽ എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കണം കേട്ടോ. നല്ലോണം നല്ലോണം കിടന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്തായാലും നമ്മൾ ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. അതിനി ഇവിടെ കിടന്ന് ചെറിയ തീയിൽ നമുക്ക് അടപ്പും കൂടി അടച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ കിടന്ന് വേഗം
കേട്ടോ. ഇവിടെ ചിക്കൻ റെഡിയായിട്ട് അവിടെ കിടന്ന് വേവട്ടെ. നമ്മുടെ കിഴങ്ങ് എന്താന്ന് നോക്കട്ടെ. കിഴങ്ങ് വേവുന്ന കിഴങ്ങുണ്ട് കേട്ടോ. കിഴങ്ങ് വെന്ത് നമുക്ക് കിഴങ്ങിന് അരപ്പിടാം. മഞ്ഞൾ, മുളക് പൊടി, കറിവേപ്പില, ഉപ്പ്, ഇച്ചിരി വെള്ളം ഒഴിക്കാം. വേണമെന്നുള്ളവർക്ക് ഇത്തിരി തേങ്ങയും കൂടി അരച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഈ ഉപ്പൊന്നും ഒന്ന് എടുത്തിട്ട് കിഴങ്ങൊന്ന് ചൂടാക്കാം. കിഴങ്ങ് അടുപ്പിലേക്ക് ചൂടാകുമ്പോഴത്തേക്ക് ഈ തുടുപ്പ് വെച്ചൊന്ന് ഇളക്കി എടുത്താൽ കിഴങ്ങ് റെഡി. നല്ലോണം ഉടഞ്ഞു കേട്ടോ, അടിപൊളിയായിട്ട് ഉടഞ്ഞു. ചിക്കനൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. പറ്റി നമുക്കിനി ഇറക്കാറായി ചിക്കൻ. ഹായ് കൂട്ടുകാരെ, എൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇന്ന് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി ഒരു 2 മണിയൊക്കെ ആകുമ്പം ഒരു വീഡിയോ ചെയ്യണം, പിന്നെ ലൈവിൽ പോകണം, പിന്നെ കുടുംബശ്രീക്ക് പോകണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ ബൈ.